സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പഴുത്ത മാങ്ങ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇത് റെസിപ്പി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഇപ്പോഴത്തെ സീസണിൽ മാങ്ങ ഒത്തിരി നന്നായിട്ട് കിട്ടുന്നുണ്ടാവും. ചൂട് കൂടുതലായതുകൊണ്ട് പൊഴിഞ്ഞു പോകും, പെട്ടെന്ന് നന്നായിട്ട് പഴുക്കുന്നതിന് മുമ്പ് തന്നെ പൊഴിഞ്ഞു പോകാറുണ്ട്. അപ്പം കിട്ടുന്ന മാങ്ങയ്ക്ക് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയുണ്ടാവും. ചിലത് നല്ല മധുരത്തോട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് കിട്ടുന്ന മാങ്ങ എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് കൂട്ടാനൊന്നും വെക്കാൻ പറ്റില്ല. പലർക്കും നമ്മൾ കൊടുക്കുകയൊക്കെ ചെയ്യല്ലേ, ഇല്ലാത്തവർക്കും കൊടുക്കും. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഇങ്ങനെ ഞങ്ങൾക്ക് മാമ്പഴം ഇല്ല, അപ്പം നമുക്ക് ഇതുപോലെ ഓരോരുത്തർ തന്നതാണ് ഈ മാമ്പഴം. അപ്പം നമ്മളവിടെ അത്യാവശ്യം പുളിശ്ശേരിയും പച്ചടിയും ഒക്കെ വെച്ചു. അപ്പം ഇനിയും പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് വേണ്ടി നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഞാൻ തൊലി കളഞ്ഞ് മാമ്പഴം എല്ലാം കൂടെ ഒരു വലിയ ഉരുളിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക്